ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങളേവരും കാത്തിരിക്കുന്ന അലീനയുടെ ഇന്നത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ ഞാൻ വിശേഷത്തിലേക്ക് കിടക്കാൻ കേട്ടോ. അപ്പൊ അതിനുമുമ്പായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ഒന്നും ചെയ്തു വെച്ചിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു വെച്ചതിന് ശേഷം നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്കും ഒരു ഹൈപ്പും ഒക്കെ തന്നിട്ട് കാണാൻ വേണ്ടി ശ്രമിക്കണേ. അപ്പൊ നേരെ വിശേഷത്തിലേക്ക് തന്നെ കിടക്കാല്ലേ. തുടങ്ങുമ്പോൾ തന്നെ കാണിക്കുന്നത് കൈരക്കിൽ തറവാടാണ് കേട്ടോ. നമ്മുടെ കമലയാണെങ്കിൽ ഒരുപാട് പ്രതീക്ഷിച്ചിരിക്കുകയായിരുന്നു. ശരണ്യനെ കാണാൻ പോയത് മിക്കവാറും ഹരിയുടെ കാര്യം പറയാനായിരിക്കും, നമ്മുടെ അലീനയെ കൊണ്ട് പറയിപ്പിക്കാനായിരിക്കുന്നു. പക്ഷേ നമ്മുടെ മനു പറഞ്ഞു, ഞാൻ ശരണ്യെ കാണാൻ പോയത് ഒരിക്കലും ഹരിയുടെ കാര്യം പറയാൻ വേണ്ടിയല്ല എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഷാജി വന്ന കാര്യവും അതുപോലെ അലീനയോട് പറഞ്ഞ കാര്യങ്ങളും അതനുസരിച്ച് അലീനയും മനുവും പോയ കാര്യങ്ങളും ഒക്കെ പറഞ്ഞു. മാത്രമല്ല, ഞാൻ അവളെയും കൊണ്ട് പോയിട്ട് എൻ്റെ മനസ്സിലുണ്ടായിരുന്ന വേറെ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു. അതെല്ലാം ഞാൻ, അതായത് എൻ്റെ മനസ്സ് അവളുടെ മുമ്പിൽ തുറന്നു എന്ന് പറഞ്ഞപ്പോഴത്തേക്കും നിന്റെ മനസ്സ് തുറന്നതോ, നീ എന്താ മെനു പറയുന്നതെന്നൊക്കെ ചോദിക്കുന്നുണ്ട് നമ്മുടെ ശിവശങ്കര മേനോൻ. അപ്പൊ ശിവശങ്കര മേനോനെ വിളിച്ചോണ്ട് വന്നായിരുന്നല്ലോ കമല. അപ്പൊ നമ്മുടെ മനു പറഞ്ഞു, ഞാൻ എൻ്റെ മനസ്സ് തുറന്നു എന്ന് പറയുന്നത് വേറൊന്നും അല്ല അച്ഛാ, എൻ്റെ മനസ്സിലെ ഒരു ചെറിയൊരു ഇഷ്ടമുണ്ട്, എൻ്റെ മനസ്സിലൊരു ചെറിയൊരു ആഗ്രഹമുണ്ട്. അതെ, ഞാൻ അവളോട് തുറന്നു പറഞ്ഞു. അതെ, ഈ വീട്ടിലെ മരുമകളായിട്ട് ഞാൻ അവളെ ക്ഷണിച്ചു എന്ന്. അയ്യോ, ഇത് കേട്ടതും കമല അങ്ങോട്ട് ഇളകിയില്ലേ. ആഹാ, എന്താടാ നീ പറഞ്ഞത്? ഈ വീട്ടിലെ മരുമകളായിട്ട് അവളെ നീ ക്ഷണിച്ചെന്നോ? ആരോട് ചോദിച്ചിട്ട്? എന്തിന്? ദേ, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, എന്റെ കൊക്കിന് ജീവനുണ്ടെങ്കിൽ ആ പെരച്ചവളെ ഈ വീടിന്റെ പടി കയറ്റാൻ ഞാൻ സമ്മതിപ്പിക്കത്തില്ല എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് അമ്മ എന്താ ഈ പറയുന്നത്? ഏ അമ്മ അവളെ ഈ വീടിന്റെ പടി കയറ്റാൻ സമ്മതിപ്പിക്കണ്ട. എന്റെ ഇഷ്ടം ഞാൻ അവളോട് തുറന്നു പറഞ്ഞു. അതിന് അവളിങ്ങോട്ട് വരുമെന്നോ എന്നെ കല്യാണം കഴിക്കാൻ സമ്മതമാണെന്നോ ഒന്നും അവള് പറഞ്ഞിട്ടില്ല. കാരണം എന്താണെന്ന് അറിയാമോ? അവൾ അന്തസ്സായിട്ടുള്ള ഒരു പെണ്ണാണ്. അതുകൊണ്ടാണ് അവൾ അതിനുള്ള മറുപടി എനിക്ക് തരാതിരുന്നത്. പിന്നെ അവള് പറഞ്ഞ മറുപടി കേട്ട് കഴിഞ്ഞാലേ അമ്മയെന്നല്ല ആരും ഞെട്ടിപ്പോകും. ഇത്രയും നല്ല സുഖ സൗകര്യങ്ങൾ ഉണ്ടായിട്ടും ഇത്രയും നല്ല സുഖ സൗകര്യങ്ങൾ കിട്ടുമെന്നറിഞ്ഞിട്ടും അവളെ എന്നോട് പറഞ്ഞത്, മനുവേട്ടനെ എനിക്ക് അങ്ങനെ കാണാൻ ഇപ്പൊ തൽക്കാലം പറ്റില്ല എന്ന. പക്ഷെ ഞാൻ അവളെ കാണൂട്ടോ, ഞാൻ അവളെ എന്റെ പെണ്ണായിട്ട് തന്നെ കാണും. ദേ, ഈ മനുശങ്കര മേനോൻ ഒരു വിവാഹം കഴിക്കുന്നുണ്ടെങ്കിൽ അത് വേറെ ആരും അല്ലായിരിക്കും. അത് ദേ നമ്മുടെ ബാലചന്ദ്രന്റെ ഏറ്റവും മൂത്ത മകൾ അലീന ബാലചന്ദ്രനെ തന്നെ ആയിരിക്കുമെന്ന്. ഇത് കേട്ടതും നമ്മുടെ ശിവൻ ചോദിച്ചു, എന്താടാ മോനെ നീ പറയുന്നത്? ദേ, ചുമ്മാതെയൊക്കെ ആണെങ്കിലും ഇങ്ങനെയൊന്നും പറയാതെ. ഏ നിനക്ക് അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ നീ അത് എന്നോട് പറയത്തില്ലായിരുന്നോ? എന്നിട്ട് പോരായിരുന്നോ അലീനയോട് മനസ്സ് തുറക്കേണ്ടത്? ഓ, എനിക്ക് അങ്ങനെ ഒരു ആഗ്രഹമുണ്ട് ഉള്ളത് ആദ്യം അച്ഛനോടാണോ പറയേണ്ടത്, ഞാൻ വിവാഹം കഴിക്കാൻ പോകുന്ന പെണ്ണിനോടാണോ പറയേണ്ടത്? അപ്പോഴത്തേക്കും വിവാഹം കഴിക്കാൻ പോകുന്ന ഒരു പെണ്ണ്, അയ്യോ, ഇങ്ങോട്ടേക്ക് ഇതേ ഇരുകൈ നീട്ടി ഞാൻ സ്വീകരിക്കാം. അവളത് ഇങ്ങോട്ടേക്ക് കല്യാണം കഴിച്ചോണ്ട് വാ, ഞാൻ അവളെ താലപ്പൊലി എടുത്ത് ഞാൻ ഇരുകൈ നീട്ടി ഞാൻ സ്വീകരിക്കാം, ഞാൻ ചവിട്ടി പുറത്താക്കും രണ്ടെണ്ണത്തിനെന്ന് പറഞ്ഞപ്പോഴത്തേക്കും, ഓ, ഞാന് ഇങ്ങോട്ട് വന്ന് താമസിക്കണം അമ്മയ്ക്ക് ഇഷ്ടമല്ലെങ്കിൽ ഞാനും അലീനയും എറണാകുളത്ത് ഒരു ഫ്ലാറ്റ് എടുത്ത് താമസിച്ചോളാം, കുഴപ്പമില്ലല്ലോ. ഓ, എറണാകുളത്ത് പ്ലാച്ച് ഇപ്പൊ ഞാൻ എടുപ്പിക്കാടാ നിന്നെ. ആഹാ, അവനോട് ഹരിയുടെ കാര്യം ഒന്ന് പറയാൻ പറഞ്ഞു വിട്ടപ്പോഴത്തേക്കും അവളുടെ പുറകെ മണപ്പിച്ച് നടന്നിട്ട് ഇപ്പൊ ഈ വീട്ടിലേക്ക് മരുമകളായിട്ട് കൊണ്ടുവരണം പോലും. എടാ, നാണം ഉണ്ടോടാ നിനക്ക്? അവളുടെ വീട് എവിടെയാ? അവളുടെ നാടേതാ? അവളുടെ അച്ഛനാരാ അമ്മയാരാ എന്നൊന്നും അറിയത്തില്ലാത്ത ഏതോ ഒരു പിഴച്ച പെണ്ണുമ്പുള്ള പ്രസവിച്ച അവളെ നീ എടുത്ത് വിവാഹം കഴിക്കാന്നല്ലേ? നാണം ഉണ്ടോ നിനക്ക്? എന്റെ ദൈവമേ, ഈ വീടിന്റെ പേര് പോകൂലോ എന്ന് പറഞ്ഞപ്പോ, അയ്യോ പിന്നെ, ഈ വീടിന് നല്ല പേരാണല്ലോ അമ്മേ, നല്ല പേര്. ശേ, നാണം ഉണ്ടോ അമ്മേ? ഈ വീടിനിപ്പോ ഒരു പേരുണ്ട് കേട്ടോ. അതെന്താന്നറിയാമോ? പീഡന കേസിലെ പ്രതിയുടെ വീട്, പ്രതിയുടെ അച്ഛൻ, പ്രതിയുടെ അമ്മ, പ്രതിയുടെ ചേട്ടൻ, പ്രതിയുടെ അനിയത്തി. ഇതാണ് ഈ വീടിന്റെ പേര്. ഒന്ന് പൊക്കെ അമ്മ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ മനു അങ്ങ് മാറിപ്പോയപ്പോഴത്തേക്കും, കണ്ടോ കണ്ടോ കണ്ടോ, അവൻ കാണിച്ചു വെച്ചിരിക്കുന്ന പണി കണ്ടോ ശിവേട്ടാ? അവനെ പെണ്ണിനെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരണമെന്ന്. അല്ല, അതിനിപ്പോ എന്താ പ്രശ്നം ഇരിക്കുന്നത് കമല? അവൻ ഇഷ്ടമുള്ളൊരു പെണ്ണിനെ അവൻ വിവാഹം കഴിക്കുന്നു. അതിനിപ്പോ എന്താ പ്രശ്നം? അതിപ്പോ അലീനയായി പോയത് എന്താ എന്താ ഇപ്പൊ കുഴപ്പമിരിക്കുന്നത്? അല്ല, അലീനയാണോ തെറ്റ് ചെയ്തത്? അലീന തെറ്റൊന്നും ചെയ്തിട്ടില്ലല്ലോ. ഇനിയിപ്പോ അലീന ഈ വീട്ടിലേക്ക് കല്യാണം കഴിച്ച് കൊണ്ടുവന്നെന്ന് ഓർത്ത് ഒരു കുഴപ്പവുമില്ല. ഉം അല്ല, കല്യാണം കഴിച്ചു കൊണ്ടുവന്നാലും അത് ഒരു കണക്കിന് തെറ്റാണെന്ന് പറയാൻ പറ്റത്തില്ല. കാരണം കല്യാണം കഴിക്കാലോ എന്നുള്ള രീതിയിൽ ഇങ്ങനെ ശിവശങ്കരൻ ഇങ്ങനെ പറഞ്ഞപ്പോഴത്തേക്ക്, കല്യാണം കഴിക്കാന്നോ, തെറ്റില്ലെന്നോ, നിങ്ങൾ എന്തൊക്കെ ഈ വിളിച്ചു പറയുന്നത് മനുഷ്യ? കല്യാണം കഴിക്കാനും തെറ്റില്ലാതിരിക്കാനും എന്താ അവളുടെ
അവന്റെ മുറപ്പെണ്ണാണോ അവൾ? അല്ലല്ലോ എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് പെട്ടെന്ന് നമ്മുടെ ശിവശങ്കര മേനോൻ ഞെട്ടി. മുറപ്പെണ്ണോ? ശരിയാണ്, മുറപ്പെണ്ണാണ്. പക്ഷെ പറയാൻ പറ്റുമോ? അപ്പൊ നമ്മുടെ കമലയോട് പറഞ്ഞു, കമലേ നീ ഒരു കാര്യം ചെയ്യ, നീ നിന്റെ പണി നോക്കി പോകാൻ നോക്ക്. പിന്നെ ഹരീനെ പുറത്തു കൊണ്ടിരുന്ന കാര്യം ഇനി അവനോട് സംസാരിക്കാൻ പോകണ്ട. കാരണം അവന് അതിന് തീരെ താല്പര്യമില്ല. അവൻ ആ ഒരു കാര്യം സംസാരിക്കാനായിട്ട് പോവില്ല. അതിന്റെ കാരണം വേറൊന്നും അല്ല, തെറ്റ് ചെയ്തവൻ തന്നെയാണ് ഹരിയെ. അതുകൊണ്ട് തന്നെയാ എന്തെങ്കിലും ഒരു വഴി ഉണ്ടാകും ഹരിയെ കൊണ്ടുവരാനായിട്ട്. അല്ലെങ്കിൽ അവന് ഈ ഈ ലോകത്തിൽ ജീവിക്കണം എന്നവന്റെ തലയിൽ എഴുതിയിട്ടുണ്ടെങ്കിൽ, അവന് ജയിലിൽ കിടക്കണം എന്നവന്റെ തലയിൽ എഴുതിയിട്ടുണ്ടെങ്കിൽ ഇതെല്ലാം നടന്നിരിക്കും. അതുകൊണ്ട് കമല നീ ഒരു കാര്യം ചെയ്യും, ഇപ്പൊ തൽക്കാലം ഒന്ന് മാറി നിൽക്കാൻ പറഞ്ഞു കേട്ടോ. കമല പുറത്തോണ്ടങ്ങ് പോയി കേട്ടോ. ശിവശങ്കര മേനോനാണ് ചെകുത്താനും കടലിനും ഞാൻ ഇന്നലെ പറഞ്ഞ ആ ഒരു അവസ്ഥയിൽ തന്നെ നിൽക്കുക. പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ അലീനയാണ് കേട്ടോ. അപ്പൊ അലീന രോഹിത്തിന്റെ റൂമിലേക്ക് ചെല്ലുകയാണ്. അപ്പൊ രോഹിത്തിന്റെ റൂമിലേക്ക് ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും രോഹിത്തിന്റെ മുടിയുടെ അവസ്ഥ നിങ്ങൾക്ക് അറിയാലോ, വളർന്ന് പന്തലിച്ച് ഇപ്പൊ താഴെ മറ്റേ ന്യൂഡിൽസ് തൂങ്ങി കിടക്കുന്ന പോലെയാ കിടക്കണത്. ഇതൊക്കെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ അലീന ഇങ്ങനെ സംസാരിച്ചു, മോനിപ്പോ എങ്ങനെയുണ്ട്, ക്ഷീണമൊക്കെ കുറഞ്ഞില്ലേ, ഏതായാലും നമുക്കൊരു കാര്യം ചെയ്യാം, ഈ മുടിയൊക്കെ അങ്ങ് വെട്ടി അങ്ങ് വൃത്തിയാക്കണം, ഞാൻ വൃത്തിയാക്കിക്കോളാം എന്ന് പറഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ രോഹിത് ഒന്നും മിണ്ടുന്നില്ല കേട്ടോ. ഈ സമയത്ത് നമ്മുടെ ബാലചന്ദ്രനോടും പറഞ്ഞു, ഞാൻ അവന്റെ മുടിയെ വൃത്തിയാക്കിക്കോളാം, ഞാൻ അവന്റെ മുടി വെട്ടിക്കോളാം എന്ന് പറഞ്ഞപ്പോഴത്തേക്കും നിനക്ക് മുടി വെട്ടാനൊക്കെ അറിയാമോ എന്ന് ബാലചന്ദ്രൻ ചോദിച്ചപ്പോഴത്തേക്കും എനിക്ക് മുടി വെട്ടാനൊക്കെ അറിയാം അച്ഛാ, ഞാൻ അവിടെ സ്നേഹനികേതനിൽ എത്ര അപ്പച്ചൻ അമ്മമാരുടെയൊക്കെ മുടി വെട്ടിയിട്ടുണ്ടെന്ന് അറിയാമോ, അതുകൊണ്ട് മുടിയൊക്കെ വെട്ടാനൊക്കെ എനിക്ക് അറിയാന്ന് പറഞ്ഞപ്പോൾ നീ ഒരു സകലകലാവല്ലവിയാണല്ലോ. അതെ, ഒരു ചെറിയൊരു കലാകാരിയൊക്കെ തന്നെ ഞാൻ, ഏതായാലും ഞാൻ മുടി വെട്ടാന്ന് പറഞ്ഞ് നേരെ മേളിലേക്ക് കയറി പോയിട്ടാണ് നമ്മുടെ രോഹിത്തിനോട് കാര്യം പറയുന്നത്. അപ്പൊ രോഹിത്തിനോട് പറഞ്ഞപ്പോഴത്തേക്ക് രോഹിത്ത് മുടി വെട്ടുന്ന കാര്യം വേണ്ടെന്നോ വേണമെന്നോ ഒന്നും പറയുന്നില്ല കേട്ടോ. ഏതായാലും ഇതേ സമയം നമ്മുടെ അലീന കത്രിക എടുത്തോണ്ട് വന്ന് ചീപ്പൊക്കെ എടുത്തോണ്ട് വന്നിട്ട് മുടിയൊക്കെ വെട്ടാൻ വേണ്ടി അങ്ങ് തുടങ്ങി. ഒരു പൂച്ചക്കുട്ടി ഇരിക്കുന്ന പോലെ പ്രശ്നമൊന്നുമില്ലാതെ നമ്മുടെ രോഹിത് ഇരുന്ന് കൊടുത്തു. അങ്ങനെ രോഹിത്തിന്റെ മുടി ഇങ്ങനെ ഓരോന്നോരോന്നായി കട്ട് ചെയ്ത് നമ്മുടെ രോഹിത്തിനെ സെറ്റപ്പാക്കി സുന്ദര കുട്ടപ്പനാക്കി ഗുടുഗുടു ഗുങ്കുങ്കാണിയാക്കിയൊക്കെ എടുത്ത് കേട്ടോ. അതായത് നല്ല സൂപ്പറായി. നമ്മുടെ രോഹിത്തിനെ കാണാൻ ഒരു രസവും ഒരു ഭംഗിയും ഒക്കെ ആയി. ആ ഒരു ചന്തമൊക്കെ നന്നായിട്ട് വന്നു. നമ്മുടെ പഴയ രോഹിത്തിനെക്കാളും നല്ലൊരു രോഹിത്തായിട്ട് മാറി. ഏതായാലും രോഹിത്തിന്റെ മുടിയൊക്കെ വെട്ടിയിട്ട് പറഞ്ഞു, നീ ഏതായാലും ഇവിടെ ഇരിക്കുക, കുറച്ചു നേരം കഴിയുമ്പോഴത്തേക്കും നീ പോയി ഫ്രഷൊക്കെ ആകണം, മുടി വെട്ടിയതല്ലേ, ഒന്ന് ഫ്രഷൊക്കെ ആയിട്ട് വിളിക്ക് കേട്ടോ, അല്ലെങ്കിൽ ഞാൻ ഫ്രഷൊക്കെ ആയി കഴിയുമ്പോഴത്തേക്കും കയറി വരാം. മുടിയൊക്കെ പോയി കഴിഞ്ഞപ്പോ എന്താ ഐശ്വര്യ എന്റെ കൊച്ചിനെ കാണാനായിട്ട്, ഇപ്പൊ നീ ആളാകെ അങ്ങ് മാറിപ്പോയി. രോഹിതാ, എടാ നീ ആ പഴയ രോഹിതാന്ന് പോലും നിന്നെ കണ്ടാരും തിരിച്ചറിയത്തില്ല, അതുപോലെ നിന്റെ ഷേപ്പ് അങ്ങോട്ട് മാറി എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് ഇപ്പൊ വരാമേ ചേച്ചി എന്ന് പറഞ്ഞ് ഇറങ്ങി പോകാൻ തുടങ്ങിയപ്പോഴത്തേക്കുമാണ് അലീന ചേച്ചി എന്നൊരു പിൻവിളി. പെട്ടെന്ന് നമ്മുടെ അലീന തിരിഞ്ഞു നോക്കിയത് രോഹിത് അലീന ചേച്ചി എന്ന് വിളിക്കുകയാണ് കേട്ടോ. അപ്പോഴത്തേക്കും നമ്മുടെ അലീന ചേച്ചിയോ? അതെന്താ ഞാൻ അലീന ചേച്ചിന്ന് വിളിച്ചാൽ പ്രശ്നം ഇരിക്കുന്നത്? അതെ, ഞാൻ അലീന ചേച്ചിന്ന് വിളിച്ചാൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഞാൻ അലീന ചേച്ചിന്ന് വിളിച്ച പ്രശ്നമൊന്നും ഉള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല. കൃഷ്ണമോള് വിളിക്കുന്നുണ്ടല്ലോ, അതുപോലെ തന്നെ ബബിത വിളിക്കുന്നുണ്ടല്ലോ അലീന ചേച്ചിന്ന്, പിന്നെ എന്താ എന്ന് ചോദിച്ചപ്പോഴത്തേക്കും അല്ല പ്രശ്നമൊന്നുമില്ല, മോൻ അലീന ചേച്ചിന്ന് വിളിച്ചോ, അതെനിക്ക് സന്തോഷമുള്ള കാര്യ. എങ്കിലും മോൻ്റെ ഈ മാറ്റം ഇനി മാറിയില്ലെങ്കിലേ ഞാൻ എപ്പോ മാറാനാ? ഇനി മാറിയില്ലെങ്കിലേ ദൈവം എന്നെ ശിക്ഷിക്കില്ലേ? ദൈവം എന്നെ കണ്ണിക്കുത്തില്ലേ? ദൈവം എന്നെ കൂടുതൽ വളർത്തുവോ? ഒരിക്കലും ഇല്ല. എന്നെ ഇവിടെ വെച്ച് ഇങ്ങോട്ട് നുള്ളി ഒടിച്ച് കളയുള്ളൂ ദൈവം. അതുകൊണ്ടാ അലീന ചേച്ചിയോട് എനിക്ക് ദേഷ്യമായിരുന്നു. അത് ഒരു വാശി, വൈരാഗ്യം. എൻ്റെ അച്ഛനോടും അമ്മയോടും അലീന ചേച്ചി കാണിക്കുന്ന കൊടു ക്രൂരതയാണ്. എൻ്റെ അച്ഛനെ അലീന ചേച്ചി കൈവശപ്പെടുത്തി വെച്ചിരിക്കുകയാണ്. എൻ്റെ അച്ഛനും അലീന ചേച്ചിയും തമ്മിലുള്ള ബന്ധം അത് വേറെ എന്തോ തരത്തില് ഒരു അവിഹിതമോ എന്തോ ആയിട്ട് ഞാൻ ചിത്രീകരിച്ചു. അതിന് ഞാൻ കണ്ടു എല്ലാത്തിനോടും ദേഷ്യവും വാശിയും വൈരാഗ്യവും, പ്രത്യേകിച്ച് അലീനയോട് ദേഷ്യവും വാശിയും വൈരാഗ്യവും ഒക്കെ ആയിരുന്നു. എനിക്ക് അറിയില്ലായിരുന്നു അലീന ചേച്ചി ആരാ, എന്താ, അലീന ചേച്ചി എന്തിനാ ഈ കുടുംബത്തിലേക്ക് വന്നത് എന്നൊന്നും എനിക്കറിയില്ലായിരുന്നു. പക്ഷെ ഇപ്പൊ എനിക്കറിയാം, ഈ കുടുംബം ഇങ്ങനെ നിലനിൽക്കുന്നതേ അലീന ചേച്ചി ഉള്ളത് കൊണ്ടാ. ഇപ്പൊ ഞാൻ ഇവിടെ ഇരിക്കുന്നതേ അലീന ചേച്ചി ഉള്ളത് കൊണ്ടാ. ഇപ്പൊ എൻ്റെ പെങ്ങന്മാര് കോളേജിലും സ്കൂളിലൊക്കെ പോകുന്നതേ അലീന ചേച്ചി ഉള്ളത് കൊണ്ടാ. അതുപോലെ എൻ്റെ അച്ഛൻ ഇപ്പൊ സന്തോഷിക്കുന്നത് അലീന ചേച്ചി ഉള്ളത് കൊണ്ടാ. നിങ്ങൾ തമ്മിലുള്ള ബന്ധം അതെത്ര പവിത്രമാണെന്നും അത് എന്താണെന്നും ഞാൻ മനസ്സിലാക്കാൻ വൈകിപ്പോയി. അലീന ചേച്ചി ആരാണ്, എന്താണ്, അലീന ചേച്ചി ഈ വീട്ടിലേക്ക് വന്നത് എന്തിനാണ് എന്നൊക്കെ എനിക്കിപ്പോൾ മനസ്സിലായി. അലീന ചേച്ചി ഒരുപാട് സോറി, ഞാൻ ഒരുപാട് ദ്രോഹിച്ചിട്ടുണ്ട്, എന്നോട് ക്ഷമിക്കണം എന്ന് പറഞ്ഞ് നമ്മുടെ രോഹിത് കരയാൻ അങ്ങ് തുടങ്ങി കേട്ടോ.
അലീനയ്ക്ക് അങ്ങോട്ട് കരച്ചിൽ വരികയാണ്. അലീന പറഞ്ഞു, മോനെ നീ കരയാതെ. ദേ, ഈ അലീന ചേച്ചിക്ക് ആരോടും ഒരു ദേഷ്യമോ വൈരാഗ്യമോ ഒന്നുമില്ല. ഞാൻ ഈ കുടുംബത്തിലേക്ക് വന്നത് ഈ കുടുംബം തകർക്കാനല്ല. ഒരിക്കലും ദേ ഈ കുടുംബം തകർക്കണമെന്നോ ഈ കുടുംബം നശിച്ചു പോകണമെന്നോ എനിക്കൊന്നും ആഗ്രഹമില്ല. ദേ, നീ എൻ്റെ കൂടപ്പിറപ്പാ. അതുപോലെ കൃഷ്ണമോളും ബബിതയും എല്ലാം എൻ്റെ കൂടപ്പിറപ്പാ. ഞാൻ എൻ്റെ കൂടപ്പിറപ്പുകളായിട്ടേ നിങ്ങളെ കണ്ടിട്ടുള്ളൂ. ഒരിക്കലും നിങ്ങൾ എൻ്റെ അന്യരായിട്ടോ ഒന്നും ഞാൻ കണ്ടിട്ടില്ല. എന്തോ വൈകി കിട്ടിയ കൂടപ്പിറപ്പുകളാണെങ്കിൽ പോലും എനിക്ക് വാരിക്കോരി സ്നേഹിക്കണം, അതുപോലെ നിങ്ങളെ കൊണ്ട് നടക്കണം, നിങ്ങളെ കൂടെ ചേർക്കണം എന്നൊക്കെ ഞാൻ ആഗ്രഹിച്ചിട്ടുള്ളൂ. നീ ഓരോ തെറ്റ് ചെയ്യുമ്പോഴും അത് തിരുത്താനായിട്ട് ഞാൻ വന്നിട്ടുണ്ട്. അത് എന്തുകൊണ്ടാണെന്നറിയാമോ? ബാലചന്ദ്ര മേനോന്റെ മകൻ തെറ്റ് ചെയ്യാൻ പാടില്ല. ഇത്ര നല്ലൊരു മനുഷ്യനെ അച്ഛനായിട്ട് കിട്ടിയ ദേ നമ്മളുണ്ടല്ലോ എന്തോ പുണ്യം ചെയ്തവരാ എന്ന് പറഞ്ഞപ്പം, അല്ല ഞാൻ ഒരു കാര്യം കൂടെ അലീന ചേച്ചിയോട് ചോദിച്ചോട്ടെ? ദേ, എൻ്റെ സ്വന്തം ചേച്ചിയാണോ അലീന ചേച്ചി? എൻ്റെ അച്ഛൻ്റെ മോളാണോ അലീന ചേച്ചി? ദേ, സത്യം പറഞ്ഞെന്നോർത്ത് കുഴപ്പമൊന്നുമില്ല കേട്ടോ. അങ്ങനെയാണെങ്കിൽ എൻ്റെ പെങ്ങളെപ്പോലെ എനിക്ക് സ്നേഹിക്കാമല്ലോ എന്ന് പറഞ്ഞപ്പോൾ, ഞാൻ നിന്റെ പെങ്ങള് തന്നെയാ, നീ വിഷമിക്കൊന്നും വേണ്ട, നിന്റെ പെങ്ങള് തന്നെ ഞാൻ, നിന്റെ പെങ്ങളെ പോലെയല്ല, നിന്റെ പെങ്ങളായിട്ട് തന്നെ നീ എന്നെ സ്നേഹിച്ചോ. ദേ, ഒരിക്കലും ഞാൻ കൈവിടില്ല കേട്ടോ. നിന്നെയും നിന്റെ അച്ഛനെയും ചേച്ചിയെയും അനിയത്തിയെയും പിന്നെ ദേ എന്നെ ഇഷ്ടമില്ലാത്ത നിന്റെ അമ്മയെയും ഞാൻ കൈവിടാൻ പോകുന്നില്ല. എല്ലാവരെയും ഞാൻ ചേർത്ത് പിടിക്കുകയുള്ളൂ. ഒരിക്കലും അലീനയ്ക്ക് ഒന്നും വേണ്ട, ആരുടെയും ഒരവകാശവും വേണ്ട. സ്നേഹം മാത്രം മതി. അതും വാരിക്കോരിയൊന്നും തരണ്ട. ഒരു പരിഗണന, മനുഷ്യനാണ് എന്നുള്ളൊരു പരിഗണന മാത്രം മതി എന്ന് പറഞ്ഞിട്ട് നമ്മുടെ അലീന അവിടുന്ന് പോകുന്നത് വല്ലാണ്ടങ്ങായി പോയിട്ടോ. നമ്മുടെ രോഹിത് ഇതൊക്കെ പറയുന്നത് കേട്ടിട്ട് നമ്മുടെ അലീനയ്ക്കും എന്തോ വല്ലാത്തൊരു വിഷമം. അങ്ങനെ അലീന പതുക്കെ താഴേക്ക് ഇറങ്ങി ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും ബാലചന്ദ്രൻ അവിടെ ഉണ്ടായിരുന്നേ. ബാലചന്ദ്രൻ ചോദിച്ചു, എന്തു പറ്റി കണ്ണൊക്കെ കലങ്ങി നിറഞ്ഞിരിക്കുന്നത്? എന്താ രോഹിത് പിന്നെയും എന്തെങ്കിലുമൊക്കെ പറയാൻ തുടങ്ങിയോ? ഓ, അവൻ മിക്കവാറും നിന്നോട് ഇറങ്ങി പോകാൻ പറഞ്ഞു കാണും അല്ലേ? അവന് പനിയൊക്കെ മാറിയല്ലോ, അവന്റെ തല പൊങ്ങിയല്ലോ, ഇനി അവൻ വൈജയുടെ സ്വഭാവം കാണിക്കുന്നു പറഞ്ഞപ്പം, ഏയ് അച്ഛ, ഒരിക്കലും എന്നോട് രോഹിത് ഇറങ്ങിപ്പോകാനൊന്നും പറഞ്ഞിട്ടില്ല. അവൻ കരഞ്ഞു എൻ്റെ മുമ്പില്. അവനെന്നെ ആദ്യമായിട്ടേ അലീന ചേച്ചി എന്ന് വിളിച്ചു. അപ്പോഴത്തേക്ക് രോഹിത് അല്ല, ബാലചന്ദ്രൻ, അലീന ചേച്ചിന്നോ? നീ എന്താ മോളെ ഈ പറയുന്നത്? അവൻ അലീന ചേച്ചി എന്ന് വിളിച്ചെന്നോ? അതേ അച്ഛാ, അവനെന്നെ അലീന ചേച്ചി എന്ന് വിളിച്ചു, പലതവണ വിളിച്ചു. അവന് എന്നോട് ഒരുപാട് ക്ഷമ ചോദിച്ചു. ദേ, നമ്മുടെ രോഹിത് മാറി കേട്ടോ. ബബിത മാറിയ പോലെ തന്നെ രോഹിത്ത് മാറി. രോഹിത്ത് ഒരുപാട് സംസാരിച്ചു എന്നോട്. അവന്റെ മനസ്സ് തുറന്നു. അവനിപ്പം ഒരു തെറ്റിദ്ധാരണയും ഇല്ല എന്നെക്കുറിച്ച്. അവന്റെ അമ്മയേക്കാൾ കൂടുതൽ സ്നേഹം ഇപ്പൊ എന്നോടാണെന്നാ പറയുന്നത്. എന്തോ അതൊക്കെ കേട്ടിട്ട് എൻ്റെ മനസ്സിന് വല്ലാതൊരു കുളിർമ തോന്നുക. എന്തോ ഞാനിതൊന്നും ആഗ്രഹിച്ചതല്ല ഒരിക്കലും. എങ്കിലും ദൈവം എനിക്ക് എൻ്റെ 3 സഹോദരങ്ങളെയും എൻ്റെ ഈ കൈക്കകത്ത് വെച്ച് തന്നിരിക്കുക. അവരെ സ്നേഹിക്കാന്, അവരെ നോക്കാന്, അവരെ പരിപാലിക്കാന്, അവരുടെ സന്തോഷത്തിലും സങ്കടത്തിലും കൂടെ നിൽക്കാന്, അവർ തെറ്റിപ്പോകാതിരിക്കാന്, ഇതിനെല്ലാം ദൈവം എനിക്ക് എൻ്റെ കയ്യിൽ വെച്ച് തന്നിരിക്കുക. അപ്പൊ പിന്നെ ഞാൻ എങ്ങനെ സന്തോഷിക്കാതിരിക്കും എന്ന് പറഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ബാലചന്ദ്രനും അലീനെ ഇങ്ങനെ ചേർത്ത് പിടിക്കുകയാണ് കേട്ടോ. അലീനോട് പറയാ, നീ മിടിക്കുക മോളെ, നീ കാരണമാ അവരിപ്പോ മാറിയിരിക്കുന്നത്. നീ ഒറ്റ കാരണമാ ഇതൊക്കെ സംഭവിച്ചിരിക്കുന്നത്. മാറ്റം അനിവാര്യമാണ്, എല്ലാവർക്കും മാറിയല്ലേ പറ്റൂ എന്ന് പറഞ്ഞ് ചേർത്ത് പിടിക്കുന്നുണ്ട്. ഏതായാലും അലീനയ്ക്കും ഭയങ്കര സന്തോഷമാണ് കേട്ടോ. ഈ സീനൊക്കെ കാണിച്ചിട്ടാണ് ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത്. അപ്പൊ എല്ലാവരും കാത്തിരിക്കുക, അടിപൊളി വിശേഷങ്ങളാണ് ഓരോ ദിവസവും വന്നുകൊണ്ടിരിക്കുന്നത്. മിസ് ചെയ്ത് കളയരുത്. നമ്മൾ ഇന്നത്തെ ഫുൾ വിശേഷമാണ് ഇട്ടിരിക്കുന്നത്. പ്രമവിശേഷം എന്നും വൈകിട്ട് 8 മണിയോട് കൂടി നമ്മൾ പോസ്റ്റ് ചെയ്യാറുണ്ട് രാത്രി. അപ്പൊ അതും മിസ് ചെയ്ത് കളയാതെ എല്ലാവരും കാണണം കേട്ടോ. അപ്പൊ എല്ലാവർക്കും വീണ്ടും നല്ലൊരു ദിവസമൊക്കെ ആശംസിച്ചുകൊണ്ട് നിർത്തുകയാണ്. ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കരുത്. ടാറ്റാ, ബൈ ബൈ. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരാമേ.